ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് മാംഗോ ലഡുവാണ്. ഇത് വളരെ എളുപ്പത്തിലും രുചിയോടെയും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയിടുക. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ലഡു തയ്യാറാക്കുവാനായി ഞാനിവിടെ 2 നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ട് മാറ്റം വരുത്താം. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വരട്ടിയെടുക്കാൻ. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്താണ് ഇത് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു ചെറു ചൂടോട് കൂടി വേണം ഉരുളകളാക്കി എടുക്കാൻ. അതിന് മുൻപായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലഡു ഉരുട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ലഡുവിന് ഒരു സോഫ്റ്റ്നെസ്സും ഒരു രുചിയും ഒക്കെ നൽകും. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം കോക്കനട്ട് പൗഡറിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ലഡുവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രുചികരമായ മാംഗോ ലഡു തയ്യാറായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.